നമസ്കാരം. കേരളം മതേതരത്വം പൂത്തുലയുന്ന നാട് എന്നാണല്ലോ ഇടത് വലത് മുന്നണികളിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞു നടക്കാറുള്ളത്. അതായത് കേരളത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെല്ലാം സുരക്ഷിതരാണ്, അതേസമയം ഉത്തരേന്ത്യയിൽ അവർ സുരക്ഷിതരല്ല, അവർ ആക്രമണത്തിന് ഇരയാകുന്നു എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. സത്യത്തിൽ കേരളം മതേതരമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള നിരവധി ഉദാഹരണങ്ങൾ സഹിതം കേരളത്തിലെ മതനിരപേക്ഷവാദത്തിനെതിരെ നിൽക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ പല ഘട്ടങ്ങളിലായി പലരും എടുത്തു കാണിച്ചിട്ടുണ്ട്. കേരളം മതേതരം അല്ല എന്ന് മാത്രമല്ല, ചില ന്യൂനപക്ഷ സമുദായങ്ങളാണ് അവരുടെ വോട്ട് ബാങ്കിൻ്റെ ബലത്തിൽ ഇവിടെ എന്ത് നടക്കണമെന്ന കാര്യം പോലും തീരുമാനിക്കുന്നത്. ഹിന്ദു സത്യത്തിൽ ഇവിടെ ന്യൂനപക്ഷമായി പോയതുകൊണ്ടുള്ള ഒരു പ്രശ്നം അത് കേരള സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നാൽ കേരളത്തിലും ഇത്തരത്തിൽ ന്യൂനപക്ഷ ആക്രമണങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ നടക്കപ്പെടുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും ഈ പറയുന്ന ആളുകൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്ന റസാഖ് പടിയൂർ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ റസാഖ് പടിയൂർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗ് അനുഭാവിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകനല്ല എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും മനസ്സിലാകുമല്ലോ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: എൻ്റെ പ്രിയപ്പെട്ട സജീർ ഇക്ബാലിനെ ഹൈന്ദവ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ തെമ്മാടി പുത്രന്മാർ വധിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ കണ്ടു. പരിശുദ്ധ റംസാൻ വ്രതമെടുത്തവനെ വധിക്കാൻ ശ്രമിച്ച അവരോട് ഒന്നേ പറയാനുള്ളൂ, നാളെ നിൻ്റെയൊക്കെ രക്തത്തിൽ പിറന്ന വിഷജന്തുക്കൾ നിന്നെയൊക്കെ കൊല്ലാനായി കൊലക്കത്തിയുമായി വരുന്നൊരു കാലം വരാനുണ്ട്. അന്ന് നിങ്ങൾ മറക്കാതെ ഓർക്കണം ഈ നന്മയുള്ള ചെറുപ്പക്കാരനെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അതായത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഷജീർ ഇക്ബാൽ എന്ന് പറയുന്ന അദ്ദേഹവും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്, ഇദ്ദേഹത്തിൻ്റെ യൂത്ത് ലീഗ് പ്രവർത്തകനാണ്. ഇദ്ദേഹത്തെ ഹൈന്ദവ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ തെമ്മാടി പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് RSSO BJPയോ അവരെയൊക്കെയാണല്ലോ ഇങ്ങനെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന മുസ്ലിം ലീഗുകാരനെ റംസാൻ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന മുസ്ലിം ലീഗുകാരനെ കൊല്ലാൻ ശ്രമിക്കുന്ന വീഡിയോ ഇയാൾ കണ്ടുവെന്നാണ് ഈ പറയുന്നയാളാണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നയാളാണ് ഷജീർ ഇക്ബാൽ ദളിത് എന്നാണ് ഇയാൾ ഈ പ്രൊഫൈലിൽ എഴുതി വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേജ്. ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാനായി. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ രാജ്യത്തെ ഓരോ പൗരനും അവകാശമുണ്ട്. 30 അല്ല 300 DYFI ക്രിമിനലുകൾ വളഞ്ഞിട്ട് തല്ലിയാലും പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഒറ്റയ്ക്കെങ്കിൽ അങ്ങനെ. CPM തീറ്റിപ്പോറ്റുന്ന തെരുവ് തെമ്മാടികളുടെ ഔദാര്യത്തിന് ഈ പണിയെടുക്കാൻ തൽക്കാലം സൗകര്യമില്ല തന്നെ. കൊണ്ടും കൊടുത്തും ശീലിച്ച് തന്നെയാണ് CPM പരിവാറിന് തിണ്ണബലമുള്ള പയ്യന്നൂരിൽ ഞങ്ങൾ പതാക പിടിക്കുന്നതും നിങ്ങളോട് പോരാടുന്നതും. നിങ്ങളെ പേടിക്കാൻ തുടങ്ങുന്ന കാലം വന്നാൽ അന്ന് ഞങ്ങൾ ഈ പണി നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദം മുഴക്കിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇനിയുമുണ്ട്. ഇത് സത്യത്തിൽ വായിച്ചാൽ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാകും എവിടെന്നോ നന്നായി അടി കിട്ടിയിട്ടുണ്ട്. അടി കിട്ടിയതിന് ശേഷമാണ് കൊണ്ടും കൊടുത്തുമൊക്കെയാണ് ഇത്രത്തോളം എത്തിയത് എന്നൊക്കെ രീതിയിലുള്ള പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ കൃത്യമായി ഈ പോസ്റ്റ് വായിച്ചാൽ എന്താണ് നടന്നത് എന്ന് വ്യക്തമാകും. DYFIക്കാർ ഈ പറയുന്ന യൂത്ത് ലീഗുകാരനെ നന്നായി ചാമ്പിയിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ വെച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രയോഗം നടത്തുന്നു. കരിങ്കൊടി പ്രതിഷേധം നടത്തിയപ്പോൾ DYFIക്കാർ ഈ പറയുന്നയാളെ എടുത്തിട്ട് ചാമ്പുന്നു. അതിനാണ് ഹൈന്ദവ തീവ്രവാദ രാഷ്ട്രീയക്കാർ ഇതാ വ്രതം നോറ്റിരിക്കുന്ന ഒരു മുസ്ലിമിനെ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന പേരിൽ മറ്റേയാൾ എഴുതി ചേർത്തിരിക്കുന്നത്. തീർച്ചയായും ഈ DYFIയിലെ ഹിന്ദുക്കളെ ഉദ്ദേശിച്ച് ആണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വ്യക്തമാണ്. ഇവർക്ക് ഈ ഹൈന്ദവ തീവ്രവാദം എന്നൊക്കെ പറയുമ്പോൾ അവർ പലപ്പോഴും RSSനെയാണ് ഞങ്ങൾ പറഞ്ഞത്, BJPയാണ് ഞങ്ങൾ പറഞ്ഞത്, അത് രാഷ്ട്രീയമായ വിമർശനം മാത്രമാണ്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടമാണ് എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന വർഗീയ തീവ്രവാദ സംഘടന രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ വിളിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെയാണ് എന്നൊന്നുകൂടി വ്യക്തമാക്കുന്ന പോസ്റ്റാണ്. മാത്രമല്ല ഇതിൽ വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. റംസാൻ കാലത്ത് കണ്ണൂരിൽ റംസാൻ വ്രതം നോറ്റിരിക്കുന്ന ഒരു മുസ്ലിം ലീഗുകാരനെ ഹിന്ദുക്കളിതാ വധിക്കാൻ ശ്രമിച്ചു, മർദ്ദിച്ചു എന്ന രീതിയിലുള്ള ഒരു കലാപാഹ്വാനം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ദില്ലിയിൽ നടന്ന കലാപത്തിൽ ഉൾപ്പെടെ
ഇത്തരത്തിലുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമാണ് വഴിമരുന്നിട്ടത് എന്ന് നമ്മൾ പിന്നീട് കണ്ടതാണ്. ദില്ലിയിലും ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലുമെല്ലാം ഇങ്ങനെയാണ് ഇവർ വഴിമരുന്നിടുന്നത്. ആ ഓപ്പറേഷൻ കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുക, അതിനുശേഷം അതിൻ്റെ പേരിൽ ഒരു വലിയ ആഹ്വാനം നൽകുക, ആ ആഹ്വാനത്തിൻ്റെ പേരിൽ അക്രമം നടത്തുക. ഇതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. പക്ഷേ ഇതുവരെ ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ നടക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് ഇത്തരം പോസ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.